ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് ഏറെ പ്രത്യേകമാംവിധം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മാസം. ഈശോയുടെ തിരുഹൃദയത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന ചിന്ത ഞങ്ങളുടെ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ചാപ്പലിലെ സക്രാരിയാണ്. വളരെ മനോഹരമായ ഈശോയുടെ തിരുഹൃദയ രൂപം. ആ രൂപത്തിൻ്റെ ഹൃദയഭാഗത്താണ് അവിടുത്തെ സക്രാരി. അതെ, സക്രാരിയിലെ വിശുദ്ധ കുർബാന ഈശോയുടെ ഹൃദയം തന്നെയാണ്. 1970 ഇറ്റലിയിലെ ലാൻസിയാനോ എന്ന സ്ഥലത്ത് വെച്ച് ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നടന്നു. ഒരു വൈദികൻ വിശുദ്ധ കുർബാന മധ്യേ ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് ഉച്ചരിച്ച ആ സമയം തന്നെ ആ ഊസ്തിയും വീഞ്ഞും മാംസവും രക്തവുമായി മാറി. ഈ അത്ഭുതത്തെപ്പറ്റി ഗവേഷണം നടത്തിയ ഡോക്ടർ എഡ്വേർഡ് ലിനോലി എന്ന മനുഷ്യൻ തൻ്റെ റിപ്പോർട്ടിൽ ഇപ്രകാരം കുറിച്ചു വെച്ചു: AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു യുവാവിൻ്റെ ഹൃദയപേശികളുടെ, കൃത്യമായി പറഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഭാഗമാണ് ഇത് എന്ന്. അതെ, ഈശോയുടെ ഹൃദയം തന്നെയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ ഈശോ സ്വന്തം ചങ്ക് പറിച്ചെടുത്ത് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവ് ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ ഇപ്രകാരം എഴുതി വയ്ക്കുന്നുണ്ട്: ഈശോയുടെ തിരുഹൃദയത്തിന് സ്വർണമോ മറ്റ് സമ്പത്തോ വൈവിധ്യമാർന്ന ആഹ്ലാദ പ്രകടനങ്ങളോ മറ്റ് യാതൊന്നും ലഭിക്കുന്നില്ല. ഭക്ഷണപാനീയങ്ങളിൽ അവിടുന്ന് സന്തുഷ്ടനാകുന്നുമില്ല. എന്നാൽ വിശുദ്ധ കുർബാനയിൽ ആ ഹൃദയം വളരെയേറെ സന്തോഷം അനുഭവിക്കുന്നു. ഈശോയുടെ ഹൃദയം തന്നെയായ ഈ വിശുദ്ധ കുർബാന ഏറെ സ്നേഹത്തോടെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. ജൂൺ മാസത്തിലെ ഈ അവസാന ദിവസങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിന് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.